പെരിന്തൽമണ്ണ നഗരത്തിലെ വലിയ വ്യാപാര സമുച്ചയങ്ങളിലും മാളുകളിലും പാർക്കിംഗ് ഫീസ് എന്ന പേരിൽ സാധാരണക്കാരെ കൊള്ളയടിക്കുന്നത് അനുവദിക്കുകയില്ലെന്ന് നഗരസഭയിലെ പ്രതിപക്ഷം. നിയമവിരുദ്ധമായി പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതിനെതിരെ നഗരസഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ, കൌൺസിലർ മൻസൂർ നെച്ചിൽ എന്നിവരുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകി. ഒരു സിനിമ കാണാനോ മറ്റു ചെറിയ ആവശ്യങ്ങൾക്കോ മാളുകളിൽ എത്തുന്നവരിൽ നിന്നും ഭീമമായ തുക ഈടാക്കുന്നത് അംഗീകരിക്കാനാവില്ല. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം പാർക്കിംഗ് സൗകര്യം ഉറപ്പാക്കിയ ശേഷമാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകുന്നത്. എന്നാൽ ഇവിടെ നിയമം ലംഘിച്ച് പകൽ കൊള്ളയാണ് നടക്കുന്നതെന്നും കൂടാതെ മാളുകൾക്ക് പുറത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവരെ പോലീസിനെയും ഹോംഗാർഡിനെയും ഉപയോഗിച്ച് ഫോട്ടോയെടുത്തു പിഴ ഈടാക്കുന്നതായും പരാതിയുണ്ട്. ഇത് ജനങ്ങളെ നിർബന്ധപൂർവ്വം മാളിലെ പെയ്ഡ് പാർക്കിങ്ങിലേക്ക് തള്ളിവിടാനുള്ള തന്ത്രമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പൊതു സ്ഥലത്ത് നോ പാർക്കിംഗ് ബോർഡ് എങ്ങനെ വന്നു എന്നില്ലാണ് അറിയാൻ പറ്റാത്തത്. കാരണം ഒന്ന് പോലീസിൻ്റെ പേരിലാണുള്ളത്. അത് ഇവിടെ മാത്രമല്ലല്ലോ, പെരിന്തൽമണ്ണ നഗരസഭയിൽ പല ബിൽഡിങ്ങുകളും ഇതേമാതിരി ഉണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ വരികയാണെങ്കിൽ സ്ഥാപിക്കേണ്ടതാണല്ലോ. ഇവിടെ ഈ പാർക്കിങ്ങിലേക്ക് ആൾ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ബൈക്കുകളെ നിർത്തുന്ന ബൈക്കുകൾ, സാധാരണക്കാർ വരുന്ന ബൈക്കുകളാണ്. അത് നിർത്തുന്ന ആളുകൾക്ക് ഫൈൻ ഈടാക്കിക്കൊണ്ട് അതിന് മാത്രം വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ ഇവിടെ നിർത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇത് പരിശോധിച്ച് ഞങ്ങൾ സംബന്ധിച്ച് ഇത് മാത്രമല്ല പ്രശ്നം. നാളെ മറ്റന്നാൾ 2-3 മാളുകൾ ഇവിടെ പുതിയതായിട്ട് ഇതിലും വലിയ മാളുകൾ വരാൻ പോവുകയാണ്. ഇവരൊക്കെ ഈ സമീപനം സ്വീകരിക്കും. പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇവിടെ എന്തുകൊണ്ടാണ് ഈ പാർക്കിംഗ് നോ പാർക്കിംഗ് എന്നുള്ള ബോർഡ് വെക്കാൻ കാരണം. എത്ര കാലം ഇല്ലാത്തൊരു ബോർഡ് ഇവിടെ പാർക്കിംഗ് ഫീസ് ഈടാക്കൽ മുതലാണ് ഇവിടെ ബോർഡ് വന്നത്. അതിൻ്റെ മുമ്പൊന്നും ഇവിടെ ബോർഡ് വെച്ചിട്ടില്ല. നോ പാർക്കിങ്ങിലൊരു ബോർഡ് നമ്മളിത് വരെ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ പാർക്കിംഗ് ഫീസ് ഈടാക്കൽ തുടങ്ങിയ അന്ന് മുതൽ ഇവിടെ പുതിയതായിട്ട് ട്രാഫിക് പോലീസിൻ്റെ പേരിൽ ഒരു ബോർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും പരിശോധിച്ച് അതിന് കൃത്യമായ നടപടി എടുക്കണമെന്നാണ് പോലീസുമായിട്ട് ബന്ധപ്പെട്ടു പറയാനുള്ളത്. രാവിലെ വാഹനം പാർക്ക് ചെയ്ത് മറ്റു ജോലികൾക്ക് പോകുന്നവരിൽ നിന്ന് ഫീസ് ഈടാക്കുന്നതിനോട് എതിർപ്പില്ലെന്നും എന്നാൽ ഉപഭോക്താക്കളെ പിഴിയുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പരാതിയിൽ അടിയന്തരമായി ഇടപെട്ട് പരിഹാരമുണ്ടാക്കാമെന്ന് നഗരസഭാ സെക്രട്ടറി ഉറപ്പു നൽകിയതായും അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കി. ഈ പെട്രോളിന് നമുക്ക് എവിടുന്ന് കൊണ്ടുപോകണോ? നമുക്ക് മണാലിന്ന് വാങ്ങാം. ലഡാക്കിൽ പോകുമ്പോൾ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ 300 കിലോമീറ്റർ വരെ ഉണ്ട്. 300 കിലോമീറ്ററോ? ഈ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചുറ്റിനും മല, അതിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ്, അതിലൂടെ മുകളിൽ 2 ബുള്ളറ്റിൽ പോകുന്നത്. ഈ ഒന്ന് ഓർത്ത് നോക്കിയാടാ. എടാ ബസ്സിൽ കിട്ടാ ആക്സിഡന്റ് നോട്ടാ. വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു. മുറിച്ച് കളയണമെന്നാണ് കൊണ്ടുപോടത്തൊക്കെ പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽ ഷിഫയെ കൊണ്ടുപോകാം. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ ആണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.